പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ചിപ്പുവും ദൊപ്പുവും ഈ കഥ കേൾക്കൂ. ചിപ്പു, അതാ ഒരു വിത്ത്, വേഗമെടുത്തോ. ശരി ദൊപ്പു, ഞാൻ എടുത്തോളാം. അണ്ണാറക്കണ്ണന്മാരായ ചിപ്പുവും ദൊപ്പുവും കാട്ടിലൂടെ പാഞ്ഞു നടന്ന് കിട്ടാവുന്ന പഴങ്ങളും വിത്തുകളും ശേഖരിച്ച് മരപ്പൊത്തിൽ സൂക്ഷിച്ചു വയ്ക്കും. മുത്തശ്ശൻ കുട്ടിക്കാലത്ത് അവരോട് പറഞ്ഞു കൊടുത്തതാണ്, മക്കളെ, നിങ്ങൾ മടികൂടാതെ കിട്ടും പഴങ്ങളും വിത്തുകളും ഒട്ടും കളയാതെ തന്നെ ഇപ്പോൾ പെട്ടെന്നെടുത്തു വരിക വേണം. മുത്തശ്ശൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു ചെറിയ ധാന്യമണി പോലും കളയില്ല. വലിയ മരങ്ങളുടെ മൂത്ത വിത്തുകളും പഴങ്ങളും കായ്കനികളും കൊണ്ട് അവർ പൊത്തുകളായ പൊത്തുകളെല്ലാം നിറച്ചു. മുളയ്ക്കാൻ പോലും ഒരു വിത്ത് മണ്ണിൽ അവശേഷിപ്പിക്കില്ല. ഇതുകണ്ട് മറ്റ് മൃഗങ്ങൾ മുത്തശ്ശനോട് പരാതി പറഞ്ഞു. അപ്പൂപ്പൻ തന്നോടെ കൊച്ചുമക്കൾ കിട്ടുന്ന വിത്തെല്ലാം വാരിക്കൂട്ടി പൊത്തിലൊളിപ്പിച്ചു വച്ചിടുന്നു. കഷ്ടം, ഞങ്ങൾക്കൊന്നും തിന്നാനില്ല. അപ്പോഴാണ് മുത്തശ്ശന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. മക്കളെ, നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് കിട്ടാത്ത വിധത്തിലാവരുത് നിങ്ങളുടെ ശേഖരണം. അതുപോലെ പഴങ്ങൾ ഒരുപാട് സൂക്ഷിച്ചു വച്ചാൽ വളരെ വേഗം കേടുവരും. വിത്തുകൾ മുഴുവനും വാരിയെടുത്താൽ മണ്ണ് മരുഭൂമിയാവും. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക. കുട്ടികൾ തല കുലുക്കി കേട്ടു. അതിനടുത്ത ദിവസമായിരുന്നു മുത്തച്ഛൻ്റെ പിറന്നാൾ. അവർ കാട് മുഴുവനും ഓടിച്ചാടി നടന്ന് സകലരെയും ക്ഷണിച്ചു. പിറ്റേന്ന് വലിയ മൃഗക്കൂട്ടം അവിടെ എത്തി. മാനുകളും മുയലുകളും അണ്ണാന്മാരും കുരങ്ങന്മാരും പശുക്കളും ആടും പോത്തും ആനച്ചാർ വരെ ഉണ്ടായിരുന്നു. തങ്ങൾ സൂക്ഷിച്ചു വച്ച പഴങ്ങളുടെയും വിത്തുകളുടെയും വലിയൊരു പങ്ക് എല്ലാവർക്കും അവർ സമ്മാനിച്ചു. അവർ ഒത്തൊരുമിച്ച് മുത്തച്ഛൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചു. അപ്പൂപ്പനായുസ്സും ആരോഗ്യവും നിത്യസൗഭാഗ്യവും ഉണ്ടാവട്ടെ. കുട്ടികൾക്കൊപ്പം സൗഖ്യമോടെ ഒത്തിരി കാലം വസിച്ചിടുക. നിങ്ങൾ തന്ന ഈ പഴങ്ങളുടെ വിത്തുകൾ ഞങ്ങൾ ആരും വെറുതെ കളയില്ല. കാടിൻ്റെ ഓരോ പ്രദേശങ്ങളിലായി എല്ലാം കുഴിച്ചു വയ്ക്കും. മൃഗങ്ങളുടെ വാക്കുകൾ കേട്ട് അപ്പൂപ്പൻ അഭിമാനത്തോടെ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി മാറി മാറി ഉമ്മ കൊടുത്തു.